ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് പർച്ചേസ് ഓർഡർ ആൻഡ് സെയിൽസ് ഓർഡർ. അപ്പോൾ പർച്ചേസും സെയിൽ ഓർഡർ എങ്ങനെയാണ് ടാലി പ്രൈമിൽ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ടാലി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ്ലി ക്രിയേറ്റഡ് കമ്പനിയും ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ അതിൽ തന്നെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി പർച്ചേസ് ഓർഡർ, സെയിൽ ഓർഡർ എന്ന് പറയുന്ന രണ്ട് വൗച്ചേഴ്സും ബൈ ഡിഫോൾട്ട് നമുക്ക് ടാലി പ്രൈമിൽ ഇനേബിൾ അല്ലായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇനേബിൾ ചെയ്ത് വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ഓൾട്ട് ജി കൊടുക്കുന്നു. നമ്മുടെ ഗോ ടു ബട്ടൺ യൂസ് ചെയ്യുവാണ്. ഗോ ടു ബട്ടണിൽ വൗച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് വൗച്ചർ പോകുന്നു. അപ്പോൾ വൗച്ചേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് വൗച്ചർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് വൗച്ചർ കൊടുത്തപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് പർച്ചേസ് എന്ന് പറയുന്ന വൗച്ചറാണ്. അപ്പോൾ ഇതിൽ ഈ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാ പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ് അങ്ങനെ കുറച്ച് വൗച്ചേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഡിസ്പ്ലേയിലുള്ളൂ. അപ്പോൾ മറ്റുള്ള വൗച്ചേഴ്സ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിലില്ലാത്ത വൗച്ചേഴ്സ് എന്ന് പറയുന്നത് അതർ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയാൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F10 ആണ്. ഫംഗ്ഷൻ കീ F10 പ്രസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ മൗസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ അതർ വൗച്ചേഴ്സ് എടുത്തു. അതർ വൗച്ചേഴ്സ് എടുത്തു കഴിയുമ്പോഴും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇൻവെൻറ്ററി വൗച്ചേഴ്സ് അങ്ങനെ രണ്ട് ടാബ് ഉണ്ട്. രണ്ട് ഹെഡിങ്ങിനകത്തും നമുക്ക് പർച്ചേസ് ഓർഡറോ സെയിൽ ഓർഡർ എന്ന് പറയുന്ന രണ്ട് വൗച്ചേഴ്സ് നമുക്ക് മിസ്സിംഗ് ആണ്. അതായത് ഇത് ബൈ ഡിഫോൾട്ട് ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇനേബിൾ അല്ല. അപ്പോൾ ഇതിൽ ടോപ്പിൽ നിങ്ങൾക്ക് ഷോ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞ് കാണാം. അതായത് നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനേബിൾ ആയിട്ടിരിക്കുന്ന വൗച്ചേഴ്സ് മാത്രമാണ് നമുക്ക് ലിസ്റ്റിൽ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾ ആയിരിക്കുന്ന വൗച്ചേഴ്സ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ഇനാക്റ്റീവ് എടുക്കുക. ലിസ്റ്റ് ഓഫ് വൗച്ചറിൽ നിന്ന് ഷോ ഇനാക്റ്റീവ് എടുക്കുക. അപ്പോൾ നമുക്കിതിൽ കാണാം ഇനാക്റ്റീവ് ആയിട്ടുള്ള വൗച്ചേഴ്സ്. അത് എല്ലാ വൗച്ചേഴ്സും നമുക്കിതിൽ കാണാൻ പറ്റും. ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് വൗച്ചേഴ്സ് നമുക്ക് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണാം. ഇതിൽ ഈ ബോൾഡായിട്ട് വന്നിരിക്കുന്നതെല്ലാം ആക്റ്റീവായിട്ടുള്ള വൗച്ചേഴ്സും കുറച്ചിങ്ങനെ ബോൾഡ് അല്ലാതെ വന്നിരിക്കുന്ന കുറച്ച് ലൈറ്റായിട്ട് ഇങ്ങനെ കാണിച്ചു ലെറ്റേഴ്സൊക്കെ ലൈറ്റായിട്ട് വന്നിരിക്കുന്നത് ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന വൗച്ചേഴ്സാണ്. അപ്പോൾ ഇനാക്റ്റീവായിട്ടുള്ള ഒരു വൗച്ചേഴ്സ് കൊണ്ടുവരണം, അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വൗച്ചർ ഒന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ഇതിലെനിക്ക് പർച്ചേസ് ഓർഡർ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടാബിനകത്തുണ്ട്. ഓർഡർ വൗച്ചേഴ്സിനകത്ത് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷോർട്ട് കീ Ctrl+9 ആണ്. അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും യു നീഡ് ടു ആക്റ്റീവ് ദ പർച്ചേസ് ഓർഡർ വൗച്ചർ ടൈപ്പ്. അത് നമ്മുടെ പർച്ചേസ് ഓർഡർ നമുക്ക് ആക്റ്റീവ് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് ചെയ്യണം. ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ നമുക്ക് പർച്ചേസ് ഓർഡർ വൗച്ചർ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പർച്ചേസ് ഓർഡർ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് ഓർഡർ ആക്റ്റീവ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ഓർഡർ ആക്റ്റീവ് ആക്കാൻ. അപ്പോൾ സെയിൽ ഓർഡർ ഞാൻ ചെയ്യുമ്പോൾ അത് സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് ഞാൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത് Alt+G കൊടുത്ത്, അതായത് നമ്മുടെ ഗോ ടു ബട്ടണിൽ പോയി ആസ് യൂഷ്വൽ നമ്മൾ വൗച്ചർ ഓപ്പൺ ചെയ്യുന്നു. വൗച്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അതർ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. അതർ വൗച്ചേഴ്സിൽ പോയി ഷോ ഇനാക്റ്റീവ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള വൗച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതായിരിക്കും. അതിൽ നിന്ന് പർച്ചേസ് ഓർഡർ സെലക്ട് ചെയ്യുക, ആക്റ്റീവ് ആക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മുടെ പർച്ചേസ് ഓർഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു സപ്ലയറിന് നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്, മുൻകൂട്ടി കൊടുക്കുകയാണ്. എനിക്ക് അത് പർച്ചേസ് ഓർഡറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടാവും. ഇന്ന ഡേറ്റിനുള്ളിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ നമുക്ക് പർച്ചേസ് ഓർഡർ ചെയ്ത സാധനം ഡെലിവർ ചെയ്യണം. അതുപോലെ തന്നെ ഇത്ര ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ റേറ്റും ഉണ്ടാവും. ഇപ്പം ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക പർച്ചേസ് ഓർഡറിൽ. മുൻകൂട്ടി നമ്മൾ ഓർഡർ ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ എൻട്രി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിക്കാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ലാപ്ടോപ്പ് ബാറ്ററി 50 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓർഡർ നമ്പർ കൊടുത്തിട്ടുണ്ട് 01. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഉള്ളത് മാക്സിമം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഡേറ്റ് ഫോർ എക്സാമ്പിൾ ഞാനൊരു 1/7/2020 ഒരു ഡേറ്റ് കൊടുത്തു. പാർട്ടി നെയിം പുതിയൊരു പാർട്ടിയാണ്, പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ പ്രൈം ട്രേഡേഴ്സ് ഇവിടെ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ സൺട്രി ക്രെഡിറ്റർ അല്ലെങ്കിൽ സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+C ആണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുവാണ്. പ്രൈം ട്രേഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ സൺട്രി ക്രെഡിറ്റ് നമ്മൾ നോർമൽ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് പർച്ചേസ് ഓർഡറിൽ കൊടുക്കുക. ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ സൺട്രി ക്രെഡിറ്ററാണ്. സൺട്രി ക്രെഡിറ്റ് സെലക്ട് ചെയ്യുന്നു.
മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എസ് തന്നെ കിടക്കണം. ദെൻ കൺട്രോൾ എ കൊടുത്ത് സേവ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഓർഡർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഓർഡർ നമ്പർ, നമ്മുടെ ഓർഡർ നമ്പർ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 01 ആണ്, ഞാൻ ജസ്റ്റ് 0 കൊടുക്കുന്നത്. അപ്പോൾ ഓർഡർ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. കാരണം ഒരു പാർട്ടിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വേറെ വേറെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഓർഡർ നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഓർഡർ നമ്പറൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഓർഡർ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന വൗച്ചർ വരുന്നില്ല അല്ലേ. അതായത് ഇതിപ്പോൾ കോമൺ ഐറ്റം അലൊക്കേഷൻ എന്നുള്ള രീതിയിലല്ല കിടക്കുന്നത്. അതായത് നമുക്കിവിടെ പർച്ചേസ് ലെഡ്ജർ ചോദിക്കണം. പർച്ചേസ് ഞാൻ പറഞ്ഞല്ലോ, പർച്ചേസ് വൗച്ചർ എങ്ങനെയാണെന്ന് റെക്കോർഡ് ചെയ്യുന്ന അതേ ഡീറ്റെയിൽസ് തന്നെയാണ് പർച്ചേസ് ഓർഡറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ പർച്ചേസ് ലെഡ്ജർ ചോദിക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ GSTക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കോൺഫിഗറേഷൻ മാറ്റിയത് കൊണ്ട് മാത്രമാണ് അത് കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ലെഡ്ജർ ഡിസ്പ്ലേയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പം ഞാനതൊന്ന് കൊണ്ടുവരാം, കാരണം ചിലർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. F12 കോൺഫിഗറേഷനിൽ പോയിട്ട് സെലക്ട് കോമൺ ലെഡ്ജർ അക്കൗണ്ട് ഫോർ ഐറ്റം അലൊക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എസ് ആക്കി കൊടുക്കാം. ദെൻ കൺട്രോൾ എ കൊടുത്ത് ഞാൻ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പർച്ചേസ് ലെഡ്ജർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്തു. ഇനി പർച്ചേസ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പർച്ചേസ് ലെഡ്ജർ അത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ GSTക്കൊന്നും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ദെൻ നെയിം ഓഫ് ഐറ്റം. നെയിം ഓഫ് ഐറ്റം നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ ഐറ്റം ക്രിയേഷനൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററി ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. കാരണം വീണ്ടും വീണ്ടും പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ലോങ് ആയി പോകുന്നത് കൊണ്ടാണ്. ഇനി ഡ്യൂ ഓൺ എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഡെലിവർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡേറ്റിൽ ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ പർച്ചേസ് ഓർഡറിൽ ഡേറ്റ് കൊടുക്കാറുണ്ട്. അപ്പം ഞാനിവിടെ 1 ജൂലൈ ആണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 2 ജൂലൈ കൊടുക്കാം. 2 ജൂലൈക്ക് ഡെലിവർ ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഡെലിവറി ഡേറ്റ് ആണ് നമ്മളവിടെ ഡ്യൂ ഓണിൽ കൊടുക്കുന്നത്. ദെൻ ഏത് ഗോഡൗൺ, ഇപ്പോൾ പർച്ചേസ് ഓർഡർ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് സാധനം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എവിടെയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആ ഗോഡൗൺ കൊടുക്കുക. ആക്ച്വലി ഞാനിവിടെ ഗോഡൗണ് എറണാകുളം സൗത്ത്, ആക്ച്വലി ഒരു ഗോഡൗണേ ഉള്ളൂ, അപ്പോൾ അത് കൊടുക്കുക. നിങ്ങൾക്ക് ഗോഡൗൺ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കൊടുക്കുക. ഇനി ക്വാണ്ടിറ്റി നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 50 ആണ് വരുന്നത്. റേറ്റ് 2000 വെച്ച് തന്നെയാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇനി ഒരു ഐറ്റം കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ താഴെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഓർഡർ ചെയ്യുന്നില്ല. ഇനി GST ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പർച്ചേസ് ഓർഡറിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ല ഇതിപ്പോൾ ജസ്റ്റ് ഓർഡറാണ്. ഇനി പർച്ചേസ് ഓർഡർ ചെയ്തു, നമ്മൾ സാധനം റിസീവ് ചെയ്തതിന് ശേഷം ബില്ലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് GST ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുവാണ്. ഓക്കെ, ദെൻ കൺട്രോൾ ചെയ്ത് കൊടുത്ത് നമ്മുടെ പർച്ചേസ് ഓർഡർ സേവ് ചെയ്തു. അപ്പോൾ പർച്ചേസ് ഓർഡർ സേവ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് സെയിൽ ഓർഡർ വൗച്ചർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതും സെയിം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ വൗച്ചേഴ്സിലാണ് നിൽക്കുന്നത്, അതർ വൗച്ചേഴ്സിൽ പോകുന്നു. ഓക്കെ, അത് ഞാൻ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്ത് പറഞ്ഞുതരാം. സെയിൽ ഓർഡർ എങ്ങനെയാണ്. അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ അതർ വൗച്ചേഴ്സിൽ പോയി ഡയറക്റ്റ്ലി ഇനാക്റ്റീവ് വൗച്ചേഴ്സ് ഡിസ്പ്ലേയിൽ കൊണ്ടുവന്നു, അതിൽ നിന്ന് ആക്റ്റീവ് ആക്കി. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാനിവിടെ നിന്ന് വീണ്ടും Alt G അടിച്ചു, അതിനായിട്ട് ഓൾട്ടർ മാസ്റ്റർ എടുക്കുകയാണ്. അതായത് ഞാൻ വൗച്ചർ ടൈപ്പിനെ എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു വൗച്ചർ, അതായത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെയിൽ ഓർഡർ എന്ന് പറയുന്ന ഒരു വൗച്ചർ ടൈപ്പ് നമുക്കുണ്ട്, വൗച്ചറുണ്ട്. ആ വൗച്ചർ ഞാൻ ഓപ്പൺ ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഓൾട്ടർ മാസ്റ്റർ എടുക്കുന്നു. ഓൾട്ടർ മാസ്റ്റർ എടുത്തതിന് ശേഷം നമുക്ക് ഏതാണോ വേണ്ടത്, നമുക്ക് വേണ്ടത് ഇതാണ് വൗച്ചർ ടൈപ്പ്. സോ അവിടെ നിന്ന് വൗച്ചർ ടൈപ്പ് എടുക്കുന്നു. വൗച്ചർ ടൈപ്പിൽ എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടത് സെയിൽ ഓർഡറാണ്. സെയിൽ ഓർഡർ ആക്റ്റീവ് ആക്കുക, ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ സെയിൽ ഓർഡർ സെലക്ട് ചെയ്തു. സെയിൽ ഓർഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അത് ഏതൊരു ഓർഡർ ആയിരിക്കും, ആക്റ്റീവായിട്ട് കിടക്കുന്ന ഏതൊരു ഓർഡർ ആയാലും ഇതുപോലെ നമുക്ക് Alt G കൊടുത്ത് ഓൾട്ടർ വൗച്ചർ ടൈപ്പിൽ പോയതിന് ശേഷം ആക്റ്റീവ് കൊടുത്താൽ മതി. ഇത് സെക്കൻഡ് മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ഡയറക്റ്റ്ലി വൗച്ചേഴ്സിൽ പോയി ആക്റ്റീവ് ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾട്ടർ മാസ്റ്ററിൽ പോയിട്ട് വൗച്ചർ ടൈപ്പ് എടുത്ത് നമുക്ക് ആക്റ്റീവ് ആക്കാം. അപ്പോൾ ഞാൻ സെക്കൻഡ് മെത്തേഡ് ചെയ്യുന്നു. സെയിൽ ഓർഡർ ആക്റ്റീവ് ആക്കി. ദെൻ കൺട്രോൾ ചെയ്ത് വേറെ ഒന്നും തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോയി നോക്കാം, അതർ വൗച്ചേഴ്സിൽ പോയി നോക്കാം. ഇനി നമുക്ക് വൗച്ചർ വന്നിട്ടുണ്ടെന്ന് കണ്ടോ. ഇപ്പോൾ ആക്റ്റീവിൽ തന്നെ നമുക്ക് പർച്ചേസ് ഓർഡർ ഓൾറെഡി ഞാൻ ആക്റ്റീവ് ചെയ്തു, സെയിൽ ഓർഡർ ഇപ്പോൾ ആക്റ്റീവ് ചെയ്തായിരുന്നു, സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് ആക്റ്റീവ് ചെയ്തു. അപ്പോൾ ആക്റ്റീവിൽ തന്നെ കിടപ്പുണ്ട് കണ്ടോ. ഷോ ഇനാക്റ്റീവിൽ പോകാതെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് ആണോ നിങ്ങൾക്ക് കൺവീനിയൻസ് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സെയിൽ ഓർഡർ സെലക്ട് ചെയ്തു.
Ctrl+8 ആണ് ഷോർട്ട് കീ. ഓക്കെ, ദെൻ നേരത്തെ ചെയ്തപ്പോൾ ഡേറ്റ് ഞാൻ സെയിം ഡേറ്റ് തന്നെ ഇവിടെയും കൊടുക്കുവാണ്. അപ്പോൾ സെയിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡറിന് നേരെ ഓപ്പോസിറ്റ് അല്ല. പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ സപ്ലൈന് അങ്ങോട്ട് കൊടുക്കുന്ന ഓർഡറാണ്. സെയിൽ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് തരുന്ന ഓർഡറാണ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ സാധനം നമ്മൾ അങ്ങോട്ട് ഡെലിവർ ചെയ്യണം. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഡെലിവറി ഡേറ്റ്, ക്വാണ്ടിറ്റി, റേറ്റ്, പ്രൈസ്, ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് പാർട്ടി എന്ന് പറയുന്നത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ്. അപ്പം ഞാനതൊന്ന് ക്രിയേറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല അല്ലേ? അപ്പം ഞാൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പാർട്ടി ഇല്ല. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റിൽ പോയി ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ഇപ്പോൾ സൺട്രി ക്രെഡിറ്റർ ആണ്. സെയിൽ ചെയ്യുമ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് സെലക്ട് ചെയ്തു, കൺട്രിയിലേക്ക് എടുത്ത് ഞാൻ സേവ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ മോഡ് ഓഫ് പേയ്മെൻറ്റും ടേംസ് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ ഞാനതൊന്നും ഫില്ല് ചെയ്യണില്ല. കൺട്രോൾ കൊടുത്ത് അല്ല സ്കിപ്പ് ചെയ്യുവാണ്. ഇനി ഓർഡർ നമ്പർ, നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഓർഡർ നമ്പർ എന്ന് പറയുന്നത് സെയിൽ ഓർഡർ 01. ഓക്കെ, അപ്പോൾ ഇതിൽ സെയിൽസ് ലെജർ ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നെയിം ഓഫ് ഐറ്റം. നെയിം ഓഫ് ഐറ്റം നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് LED 40 ഇഞ്ച് TV ആണ് വരുന്നത്. സോ LED 40 ഇഞ്ച് TV കൊടുത്തു. ഇനി ഡ്യൂൺ എന്ന് പറയുമ്പോൾ ഡെലിവറി ഡേറ്റ്, എന്നാണ് ഡെലിവർ ചെയ്യേണ്ട ഡേറ്റ്. അത് ഞാൻ സെയിം ഡേറ്റ് കൊടുക്കാൻ 2/7 കൊടുക്കുന്നത്. ഏത് ഗോഡൗണിലാണ് ഇപ്പോൾ സെയിൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഡെലിവർ, അപ്പോൾ ഏത് ഗോഡൗണിൽ നിന്നാണ് സാധനം ഡെലിവർ ചെയ്യുക. നമുക്ക് എന്തായാലും ഒരു ഗോഡൗണേ ഉള്ളൂ. ഞാൻ ആ ഒരു ഗോഡൗൺ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ദെൻ നമ്പേഴ്സ് 10. റേറ്റ് നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 50,000 ആണ് പറയുന്നത്. അപ്പോൾ 50,000 കൊടുത്തു. ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ താഴത്തോട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ GST ആദ്യമേ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് കൊടുത്താലും മതിയാകും. ദെൻ കൺട്രോളേ കൊടുത്ത് സേവ് ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് ഓർഡറും സെയിൽ ഓർഡറും എങ്ങനെ ആക്റ്റീവ് ആക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പർച്ചേസ് ഓർഡർ ചെയ്തു, സെയിൽ ഓർഡർ ചെയ്തു, ഇതിൻ്റെ ഒരു റിപ്പോർട്ട്, അതായത് ഇപ്പോൾ ജസ്റ്റ് ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ, സാധനം നമ്മൾ റിസീവ് ചെയ്തിട്ടോ ബില്ലിംഗ് ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട് എന്ന് പറയും. അതായത് എന്തൊക്കെ ഓർഡേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ. ഇപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തൊക്കെ ഓർഡർ നമുക്ക് ഉണ്ട്, സെയിൽ ഓർഡർ എത്രയുണ്ട്, ഓരോ ഐറ്റം വൈസ് നമുക്ക് നോക്കാൻ പറ്റും. ഒരു ഐറ്റത്തിന് എന്തൊക്കെ ഓർഡേഴ്സാണ് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള, ഡെലിവർ ചെയ്തിട്ടില്ലാത്ത സാധനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനൊന്ന് ജസ്റ്റ് ഗേറ്റ്വേ ടാലിയിൽ പോവുകയാണ്, ഇല്ലെങ്കിൽ ഗോ ടുവിൽ പോയി ചെയ്താലും മതിയാകും. അപ്പോൾ ഞാൻ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുവാണ്. ഗേറ്റ്വേ ടാലിയിലെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എടുക്കുക. അതിനകത്ത് പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്സ് ആൻഡ് സെയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ, അതായത് ഓർഡർ നമുക്ക് കിട്ടി, ഇപ്പോൾ സെയിൽ ഓർഡർ ആണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടി, നമ്മൾ സാധനം ഡെലിവർ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ പർച്ചേസ് ഓർഡർ എന്ന് പറയും, പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും പർച്ചേസ് ഓർഡർ കൊടുത്തു, ബട്ട് വി ഹാവിൻ റിസീവ്, നമ്മൾ ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല, സാധനം റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വൗച്ചേഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്തായാലും ഡെലിവർ ചെയ്തിട്ടില്ല, റിസീവും ചെയ്തിട്ടില്ല, അപ്പോൾ എന്തായാലും അവൈലബിൾ ആയിരിക്കണം അല്ലേ, ഡിസ്പ്ലേയിൽ ഉണ്ടാകും. ഇപ്പോൾ സെയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസ് നോക്കണമെങ്കിൽ ഗ്രൂപ്പ് വൈസ് നോക്കാം, സ്റ്റോക്ക് കാറ്റഗറി വൈസ് നോക്കണമെങ്കിൽ നോക്കാം, സ്റ്റോക്ക് ഐറ്റം വൈസ് നോക്കണമെങ്കിൽ നോക്കാം, എങ്ങനെ വേണമെങ്കിലും നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഐറ്റം വൈസ് നോക്കുവാണ്. അപ്പോൾ സെയിൽ ഓർഡർ ഞാൻ ചെയ്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് LED 40 ഇഞ്ച് TV ആണ്. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തു, ഇവിടെ നിന്ന് LED 40 ഇഞ്ച് TV സെലക്ട് ചെയ്തു ഉണ്ടോ. അപ്പോൾ നമുക്കിത് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഇതുവരെയും സാധനം ഡെലിവർ ചെയ്തിട്ടില്ല, ക്വാണ്ടിറ്റി കാണും. ഇപ്പോൾ നമുക്ക് 10 നമ്മൾ ഓർഡർ ചെയ്തോളൂ, 5 മാത്രമേ ഡെലിവർ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 5 ബാലൻസ് കാണിക്കും. ഇപ്പം നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ടോട്ടൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാണാം, പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അതുപോലെ ഡ്യൂ വൺ കണ്ടോ, എന്നാണ് ഡ്യൂ ഡേറ്റ്, ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തിരിച്ച് ഞാൻ പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് എടുക്കും. അപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് ഓർഡർ ചെയ്തിരിക്കുന്നത് ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസോ കാറ്റഗറി നേരത്തെ ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് വൈസ് എടുത്ത് കാണിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പ് ബാറ്ററി ആകുമ്പോൾ ലാപ്ടോപ്പ് പെരിഫറൽസിൽ ഉണ്ടാവും കണ്ടോ. ലാപ്ടോപ്പ് പെരിഫറൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. 50 എണ്ണം നമുക്ക്
ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട്. അപ്പം 50 നമ്മൾ റിസീവ് ചെയ്തില്ല, പാർട്ടിയുടെ പേരും ഡ്യൂ ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഔട്ട്സ്റ്റാൻഡിങ് സെയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ്ങും പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എക്സസൈസിനും സെയിം കമ്പനി തന്നെയാണ് സിവിൽ പ്രീവിയസിൽ വേണ്ടി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർ ഓപ്പൺ ചെയ്യുക, ഇല്ല പുതിയതായിട്ട് ചെയ്ത് നോക്കുന്നവർ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെയിം ഇത് തന്നെ പാർട്ടി മാത്രമേ ഞാനൊന്ന് മാറ്റി കൊടുത്തിരിക്കുന്ന, സ്റ്റോക്കൊക്കെ സെയിം തന്നെയാണ്. ഫസ്റ്റ് വൺ ഒരു പർച്ചേസ് ഓർഡർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ജ്യോതി ഇലക്ട്രോണിക്സിന്. ജ്യോതി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യുക. ലാപ്ടോപ്പ് പുതിയതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റോക്കും എല്ലാം അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ലാപ്ടോപ്പ് ബാറ്ററീസ് ഓർഡർ കൊടുക്കുവാണ്, 15 നമ്പേഴ്സ് 2000 ഈച്ച്, സെയിം കാര്യം. അതുപോലെ തന്നെ ഗാഡ്ജറ്റ് വേൾഡ് എന്ന് പറയുന്ന ഒരു സൺട്രി ഡെപ്റ്ററിനാണ് സെയിൽ ഓർഡർ നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 എൻട്രീസും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.